പൂജ പാടില്ല. രസമാട്ടോ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ. സ്ത്രീകൾക്ക് നേദ്യമാവാം, പൂജ പാടില്ല. എന്താ കാരണം വെച്ചാൽ നേദ്യവും സ്ത്രീക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവന് അവിടെ എവിടെയും കഥകളിയും കൂത്തുമായിട്ട് നടക്കാൻ പറ്റുമോ? അപ്പോൾ അതങ്ങനെ നടക്കുമ്പോൾ ഇല്ലത്തെ തേവാരം മുടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തേവാരം സ്ത്രീക്കാവാം, പൂജ പാടില്ല. മണിയടിച്ചാൽ പോയി, മണിയടിക്കാൻ പാടില്ല. മണിയടി എനിക്കുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്? ഇതിനൊക്കെ എന്ത് ശാസ്ത്രസമ്മതിയാണുള്ളത്? ചിന്തിക്കുക. ചാണക്യൻ തൻ്റെ ധർമ്മസൂത്രങ്ങളിലോ സതീർത്ഥ്യകളുമായി ഏറെ ഇടപഴകിയാൽ വീര്യഹാനി അഥവാ ബ്രഹ്മചര്യഹാനി വരും എന്ന് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. സതീർത്ഥ്യഭിഗമാത് വീര്യഹാനി എന്ന സൂത്രം. അങ്ങനെ പറയണമെങ്കിൽ സതീർത്ഥ്യ ഉണ്ടായിരുന്നു. സതീർത്ഥ്യ എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥത്തിൽ ഒന്നിച്ച് താമസിക്കുന്നവളാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ. അപ്പോൾ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ഗുരുകുലത്തിൽ ഒന്നിച്ച് താമസിക്കുന്നവളാണ് സതീർത്ഥ്യ. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഗുരുകുലത്തിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളുണ്ടായിരുന്നു. 2. യാജ്ഞവൽക്യ സ്മൃതിയിൽ ധർമ്മചാരിണി അപമാനിക്കപ്പെട്ടാൽ രാജാവ് എന്ത് ശിക്ഷയാണ് കൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യം, അക്കാലത്ത് ധർമ്മചാരിണിമാർ ഉണ്ടായിരുന്നു. വേദത്തിൽ പുരുഷന്മാരായ ഋഷിമാരോടൊപ്പം എത്ര ഋഷികകളുണ്ട്? എത്രയോ ഉണ്ട്. ബ്രഹ്മവാദിനിമാരിൽ ഗാർഗിയെയൊക്കെ നമ്മൾ ആദ്യം ഓർമ്മിക്കണ്ടേ? ഇങ്ങനെ വിവിധ ലിംഗങ്ങളെ കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സംസ്കാരങ്ങൾ വിഹിതങ്ങളാണോ അവയിൽ സ്ത്രീകൾക്കും പ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ അതേ സമയത്ത് ഒരു സ്മൃതിയുടെ അതിപ്രസരത്തോടുകൂടി, സ്മൃതികളുടെ അതിപ്രസരത്തോടുകൂടെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന സാമൂഹ്യ വ്യവസ്ഥയെ സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊക്കെ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടൊരവസ്ഥാവിശേഷം ആയി തീർന്നിട്ടുണ്ട്. ഇതിഹാസ പുരാണങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സമൂഹ വ്യവസ്ഥ ആവുമ്പോഴത്തേക്ക് ഒട്ടധികം ഇത്തരം സ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീ ഒരു തള്ളപ്പെട്ട അവസ്ഥാവിശേഷമാണ് കാണുന്നത്. എന്നാൽ കേവലമായ ശ്രൗതമായ യുക്തി അനുസരിച്ച് ഒരു തരത്തിലും ഇങ്ങനെ സ്ത്രീക്ക് ഈ വക നിഷേധിക്കുന്നത് യുക്തമല്ല. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ പുരുഷന്മാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആയി തീർന്നു എന്ന് പറയാം. ഇനി അതും പോയി എല്ലാ പുരുഷന്മാർക്കും ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ജാതീയമായിട്ടേ പറ്റൂ എന്നുള്ളവരെ ആയില്ലേ? വർണ്ണസിദ്ധാന്തം ജാതിക്ക് വഴിമാറി കൊടുത്തില്ലേ? ശാസ്ത്രീയമായ വർണ്ണസിദ്ധാന്തത്തെ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? പക്ഷേ അത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യഭേദം വരുന്നത്. അതുകൊണ്ട് ജനയുടെ അടിസ്ഥാനത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടില്ലേ? ചിന്തിക്കുക. ഒരു വിഷയത്തിൽ സംശയമില്ല, മനു വ്യക്തമായിട്ട് എന്ത് തന്നെ പരിവർത്തനങ്ങൾ പിന്നീട് മനുസ്മൃതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും യാതൊരു ലോപവും ദോഷവുമില്ലാതെ മനുവിൻ്റെ ഈ വാക്യം നിൽക്കുന്നുണ്ട്. ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണോ യാതി ശൂദ്രതാം എന്ന്. ശൂദ്രൻ ബ്രാഹ്മണനാവാം, ബ്രാഹ്മണന് ശൂദ്രനും ആവാം എന്ന വാക്യം ഇന്നും മനുസ്മൃതിയിൽ ലോപമോ ഒന്നും സംഭവിക്കാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാൻ ആർക്കും അധികാരമുണ്ട്. കേവലം പൂണൂലിട്ടുകൊണ്ട് ബ്രാഹ്മണനാവില്ല. സത്വഗുണപ്രധാനമായ ഗുണഘടനയോടുകൂടി ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന ഗുണവിശേഷങ്ങളെ തന്നിലേക്ക് ചേർത്ത് ആര് വേദത്തെ അധ്യയനം ചെയ്യുന്നുവോ, വേദാധ്യയനത്തിന് അനുഗുണമായ ജീവിതക്രമം പാലിക്കുന്നുവോ അവൻ ബ്രാഹ്മണനാണ്. അത്തരം ബ്രാഹ്മണരാവാൻ ഏവർക്കും അധികാരം ഉണ്ട്. ബ്രാഹ്മണനെ നല്ല അധ്യാപകനാവാൻ കഴിയൂ. ബ്രാഹ്മണനെ
പൂജ ചെയ്യാനും യജ്ഞം ചെയ്യാനും അധികാരമുള്ളൂ. ബ്രാഹ്മണരല്ലാത്തവർ പൂജ ചെയ്യരുത്, യജ്ഞം ചെയ്യരുത്. പക്ഷേ ബ്രാഹ്മണനാരെന്നുള്ളത് ഈ പറഞ്ഞ രീതിയിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതാണ്. അല്ലാണ്ട് എൻ്റെ അച്ഛൻ ബ്രാഹ്മണൻ അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ നടപ്പില്ല. എൻ്റെ അച്ഛൻ ഡോക്ടർ അതുകൊണ്ട് കിടക്കവിടെ എന്ന് പറഞ്ഞിട്ട് രോഗിയെ, അത് പറ്റില്ല, അത് പറ്റില്ല. ശ്രദ്ധിക്കുക. സമയം ഒന്ന് പറയണം. ഇന്നത്തെ സമയക്രമം നമുക്ക് ഒരു പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ നിത്യവും പ്രാർത്ഥിച്ചിരുന്നു എന്നറിയുന്ന ഒരു ശ്ലോകമാണ് താഴെ. അതിൻ്റെ സാമാന്യ അർത്ഥം പറയാമോ? നോക്കാം. ഭഗവൻ ഭൂതഭവ്യേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതുമർഹസി. അത്യന്തം ഉത്കൃഷ്ടമായ ഒരു പ്രാർത്ഥനയാണിത്. ഭഗവൻ, അല്ലയോ ഭഗവാനെ. ഭഗവാൻ എന്നുള്ള ശബ്ദം ഇതിനു മുമ്പ് ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഭഗം അസ്യ അസ്തീതി ഭഗവാൻ, സംബോധനയാണ് ഭഗവൻ. ഭഗം ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ക്ഷണാം ഭഗ ഇതീരിത. സമഗ്രമായ ഐശ്വര്യം, ധർമ്മം, യശസ്, ജ്ഞാനം, വൈരാഗ്യം, ഈ വക ചേർന്നതാണ് ഭഗം. സദാസമ്പന്നമായത് ഭഗം. അതോടൊത്തവൻ ഭഗവാൻ. അല്ലെങ്കിൽ ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാനിതി എന്ന ന്യായേന, അതും വിഷ്ണുപുരാണത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. ഉത്പത്തിയെയും പ്രളയത്തെയും സകല ഭൂതങ്ങളുടെ വരവിനെയും പോക്കിനെയും വിദ്യയെയും അവിദ്യയെയും ഈ 6 വിഷയങ്ങളെ ആർക്കറിയാമോ അവനെ ഭഗവാനെന്ന് വിളിച്ചുകൊള്ളണം. ഹേ ഭഗവൻ, ഭൂതഭവ്യേശ, ഭൂതത്തിൻ്റെയും കഴിഞ്ഞു പോയതിൻ്റെയും ഭവ്യത്തിൻ്റെയും ഇനി വരാനിരിക്കുന്നതിൻ്റെയും ഈശ, ഈശനം ചെയ്യുന്നവനെ. ഇപ്പം കഴിഞ്ഞതും വരാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വർത്തമാനം അതിലുൾപ്പെട്ടു. 3 കാലത്തിൻ്റെയും ഈശനം ചെയ്യുന്നവനെ, 3 കാലങ്ങളെയും ഈശനം നിയമനം ചെയ്യുന്നവനെ. ഹേ ഭൂതഭവ്യേശ, സംബോധനയാണ് രണ്ടും. ന ജാനേ ഹിതമാത്മന, ആത്മനഃ ഹിതം, എനിക്ക് എന്താണ് ഹിതമായിട്ടുള്ളതെന്ന് ന ജാനേ, ഞാൻ അറിയുന്നില്ല. എനിക്കെന്താണ് ഹിതം എനിക്കറിയില്ല ഭഗവാനെ. എനിക്ക് എനിക്കറിയാം എന്നത് പ്രിയപ്പെട്ടതാണ്, എനിക്ക് അപ്രിയോ അറിയാം. പക്ഷെ ഹിതം എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ത്വമേവ സഞ്ചിന്യ വിഭോ, ഹേ വിഭോ, അല്ലയോ വിഭോ. വിശേഷേണ ഭവതി, വിശേഷേണ ഭാവയതി എന്നൊക്കെ അർത്ഥം പറയാം. വിശിഷ്ടമായ ഭാവത്തിൽ ഉള്ളവൻ, വിശിഷ്ടമായി ഭവിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ഹേ വിഭോ ഈശ്വര, ത്വമേവ സഞ്ചിന്യ, നീ തന്നെ ചിന്തിച്ചുറപ്പിച്ചിട്ട് ഹിതം മേ ദാതുമർഹസി, എനിക്ക് ഹിതത്തെ നൽകണമേ, എനിക്ക് ഹിതത്തെ നൽകാൻ നിനക്ക് അർഹതയുണ്ട് എന്ന്. ഇതാണ് ആ സംസ്കൃത വിദ്വാൻ പ്രാർത്ഥിച്ചു വന്നത്. ശരി, ഏതായാലും നല്ലൊരു പ്രാർത്ഥനയാണ്. നല്ലൊരു പ്രാർത്ഥന ഗീതം നമ്മളൊക്കെ പരിചയപ്പെട്ടു. അത് നല്ലപോലെ ചെയ്താൽ ഹിതം തന്നെ. പ്രിയത്തിൻ്റെ പിന്നാലെ പോവാതെ ഹിതത്തിൻ്റെ പിന്നാലെ നമ്മളൊക്കെ പോകണം എന്ന് താല്പര്യം. ഒന്നുകൂടെ പറയാം. ഭഗവൻ ഭൂതഭവ്യേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതും അർഹസി എന്ന്. ശരി, പ്രകരണവും ഭാഷ്യവും തമ്മിലുള്ള അന്തരം എന്താണ്? ഇവിടെ പ്രകരണവും ഭാഷ്യവും വളരെ അന്തരമുണ്ട്. പ്രകരണം എന്നുള്ളത്
സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകരണത്തിൽ ഞാൻ പറഞ്ഞത് പറയാം എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കാം എന്നർത്ഥം. അപ്പം നമ്മൾ സംസാരിച്ച പ്രകരണം അപ്പം എന്തായി എന്ന് ചോദിച്ചാൽ നമ്മൾ സംസാരിച്ച ആ വിഷയം എന്തായി എന്നേ അർത്ഥമുള്ളൂ. ഒരു സന്ദർഭത്തിനനുസൃതമായതാണ് പ്രകരണം. ഇനി വേദാന്ത ശാസ്ത്രത്തിൽ പ്രകരണം എന്ന് പറഞ്ഞാൽ അതിന് വിശിഷ്ടമായ അർത്ഥമുണ്ട്. ശാസ്ത്രൈകദേശ സംബന്ധം ശാസ്ത്രകാര്യാന്തരേ സ്ഥിതം എന്നുള്ളതാണ് പ്രകരണത്തിൻ്റെ ലക്ഷണം. അതായത് മൊത്തം വേദാന്ത ശാസ്ത്രം അതിൽ ഏകദേശത്തിൽ പറയപ്പെട്ട ഒരു വിഷയത്തെ പ്രത്യേകമായി അടർത്തിയെടുത്ത്, എന്ന് പറയാം, മൊത്തം വേദശാസ്ത്രത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തെ, ഏകദേശ സംബന്ധമുള്ള ഒരു വിഷയത്തെ അടർത്തിയെടുത്ത് കാര്യാന്തരേ സ്ഥിതങ്ങളായ വിഷയങ്ങളുമായി ചേർത്ത് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതാണ് പ്രകരണം. ഇപ്പോൾ ഒരു പ്രകരണം, അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രകരണം ഗ്രന്ഥം എടുത്തോളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രകരണ ഗ്രന്ഥം എടുത്താൽ മൊത്തം വേദാന്ത ശാസ്ത്രത്തിലെ ഏതെങ്കിലും ഒരാശയത്തെ ഇങ്ങോട്ട് എടുക്കും. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രകരണം, വാക്യവൃത്തി ആയിക്കോട്ടെ, വാക്യവൃത്തി എന്നൊരു പ്രകരണം എടുത്തു. ഇപ്പോൾ വാക്യവൃത്തി എന്നൊരു പ്രകരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേദാന്ത ശാസ്ത്രത്തിലെ മഹാവാക്യ വിചാരം എന്നുള്ള ഒറ്റ വിഷയത്തെ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ആ മഹാവാക്യ വിചാരത്തെ സ്പഷ്ടീകരിക്കാൻ വേണ്ടി വേദാന്ത ശാസ്ത്രത്തിൽ അവിടെ ഇവിടെയുള്ള വിഷയങ്ങളെ അതിനോട് ചേർത്ത് പറയും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രത്യേകമായി എടുക്കുകയും അതിനെ സമർത്ഥിക്കാൻ ഇതര ഭാഗങ്ങളിൽ നിന്നെല്ലാം ആശയങ്ങൾ എടുത്ത് പറയുകയും ചെയ്യുമ്പോൾ അത് പ്രകരണമാണ്. ഇങ്ങനെ വേദാന്തത്തിൽ നൂറുകണക്കിന് പ്രകരണങ്ങളുണ്ട്. ഭഗവാൻ ഭാഷ്യകാരൻ്റെ പേരിൽ തന്നെ എത്രയ്ക്കധികം പ്രകരണങ്ങളാണ്. അത് കഴിഞ്ഞ് എത്ര ആചാര്യന്മാരുടെ പ്രകരണങ്ങളാണ്. എണ്ണിയാലൊടുങ്ങാത്ത പ്രകരണങ്ങളുണ്ട്. ശരി, അടുത്ത ചോദ്യം ഭാഷ്യമാണ്. ഭാഷ്യമെന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ ലക്ഷണമുണ്ട്. ഇവിടെ ഭാഷ്യം, വ്യാഖ്യാനം, ഈ രണ്ട് പദങ്ങളെ ആദ്യം മനസ്സിലാക്കണം. തുടക്കത്തിൽ പറയട്ടെ, ഭാഷ്യങ്ങളെല്ലാം വ്യാഖ്യാനങ്ങളാണ്. പക്ഷെ വ്യാഖ്യാനങ്ങളെല്ലാം ഭാഷ്യങ്ങളല്ല. അപ്പോൾ വ്യാഖ്യാനം പ്ലസ് ആണ് ഭാഷ്യം. എന്താ ആ പ്ലസ് അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വ്യാഖ്യാനം എന്താണെന്ന് പഠിക്കണം. വ്യാഖ്യാനം പഠിച്ചിട്ടേ ഭാഷ്യം പഠിച്ചുള്ളൂ. ഒരു ശാസ്ത്രം, ഒരു ഗ്രന്ഥം വ്യാഖ്യാനം എന്ന് പറയപ്പെടുന്നെങ്കിൽ അതിന് 5 ലക്ഷണങ്ങൾ വേണം. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് അതിന് അർത്ഥം കൊടുത്തിട്ട് വ്യാഖ്യാനം എന്ന് എഴുതും. അത് വിദ്വാൻമാർക്ക് സമ്മതമല്ല. ഒന്ന് വ്യാഖ്യാനമാവണമെങ്കിൽ അതിന് 5 ലക്ഷണങ്ങൾ വേണം. പദച്ഛേദോ പദാർത്ഥോക്തി വിഗ്രഹോ വാക്യയോജന ആക്ഷേപസ്യ സമാധാനം വ്യാഖ്യാനം പഞ്ചലക്ഷണം. പദച്ഛേദ, ആദ്യം പദച്ഛേദം ചെയ്യണം. പദാർത്ഥോക്തി, ഓരോ പദത്തിൻ്റെയും അർത്ഥത്തെ പറയണം. വിഗ്രഹോ, സമസ്ത പദങ്ങളെ വിഗ്രഹിക്കണം. വാക്യയോജന, അനന്തരം താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വാക്യങ്ങളെ യോജിപ്പിക്കണം. അത് ചിലപ്പോൾ മൂലഗ്രന്ഥകർത്താവ് ഉദ്ദേശം പോലെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. മൂലഗ്രന്ഥകർത്താവ് ഉദ്ദേശം പോലെ താൻ വ്യാഖ്യാനിച്ചോളണമെന്നില്ല. താൻ ശാസ്ത്രത്തിനനുസരിച്ച് തെറ്റാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചാൽ മതി, യോജിപ്പിച്ചാൽ മതി. അങ്ങനെ തൻ്റെ പദയോജനയ്ക്ക് മറ്റുള്ളവരെതിര് പറയും, പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞാൽ ഇന്നതാണ് അവർ പറയുക എന്ന് മുൻകൂട്ടി കണ്ട് അതിന് സമാധാനം പറഞ്ഞിരിക്കണം. ആക്ഷേപസ്യ സമാധാനം. ഈ 5 ലക്ഷണങ്ങൾ തികഞ്ഞതാണ് ഒരു വ്യാഖ്യാനം. പദച്ഛേദോ പദാർത്ഥോക്തി വിഗ്രഹോ വാക്യയോജന ആക്ഷേപസ്യ സമാധാനം വ്യാഖ്യാനം പഞ്ചലക്ഷണം. അപ്പോൾ വ്യാഖ്യാനം പലതരത്തിൽ വരാം, പലതരത്തിൽ വരാം. എന്താ പറയുക, കാളിദാസൻ്റെ പ്രസിദ്ധമായൊരു ഒരു 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 പ്രയോഗം, പാർവതി പരമേശ്വരവും. ഒരാൾ വിഭജിച്ചു, പാർവതി പരമേശ്വരവും, പാർവതി പരമേശ്വരന്മാർ. ശരിയല്ലേ? ശരിയാണ്. വേറൊരാൾ വിഭജിച്ചു, പാർവതീപ രമേശ്വരവും. ശരിയല്ലേ? ശരിയാണല്ലോ. പാർവതീപൻ ശിവൻ, രമേശ്വരൻ വിഷ്ണു.
അപ്പോൾ ശിവനും വിഷ്ണു എന്താ തെറ്റെന്താ? അത് ശരിയാ. അപ്പോൾ മൂലഗ്രന്ഥകർത്താവ് എന്തുദ്ദേശിച്ചു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് വ്യാകരണ നിയമം അനുസരിച്ച് തെറ്റാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ വിഗ്രഹിക്കാം, നമുക്ക് വാക്യയോജന ഉണ്ടാക്കാം. അങ്ങനെയാണ് ഒരേ ഗ്രന്ഥത്തിന് അനേക വ്യാഖ്യാനങ്ങൾ വരുന്നത്. ശാസ്ത്രത്തിന് അവിരുദ്ധമായ രീതിയിൽ, അവിടെ ശാസ്ത്രം മുഖ്യമായി വ്യാകരണശാസ്ത്രം, അപ്പോൾ വ്യാകരണശാസ്ത്രത്തിന് അവിരുദ്ധമായ രീതിയിൽ പദയോജന ചെയ്യാം. പക്ഷെ ചെയ്താൽ അതിന് ആക്ഷേപം മുൻകൂട്ടി കണ്ട് അതിന് സമാധാനം പറഞ്ഞോളണം. ഇതാണ് വ്യാഖ്യാനം. ഇനി ഒരു മൂലഗ്രന്ഥമോ ഒരു പ്രകരണമോ വ്യാഖ്യാനിക്കുന്നതോടൊപ്പം, ശ്രദ്ധിക്കുക, വ്യാഖ്യാനിക്കുന്നതോടൊപ്പം സ്വസിദ്ധാന്തം കൂടി പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ഭാഷ്യം. സൂത്രാർത്ഥോ വർണ്യതേ യത്ര പദൈഹി സൂത്രാനുസാരിഭി സ്വപദാനി ച വാച്യന്തെ തം ഭാഷ്യം വിദുഃ. അതാണ് ഭാഷ്യം. സൂത്രാർത്ഥത്തെ പറയുന്നു സ്വന്തം പദങ്ങളെ കൊണ്ട്, അതിനോട് ചേർന്ന് സൂത്രത്തിനനുസൃതമായ വാക്യങ്ങളെ കൊണ്ട് സൂത്രാർത്ഥം വർണ്ണിക്കുന്നു. ഒപ്പത്തിനൊപ്പം സ്വപദാനിച വാച്യന്തേ, സ്വന്തം പക്ഷങ്ങളെ കൂടി സമർത്ഥിക്കുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഭാഷ്യം. മൂലഗ്രന്ഥത്തിലോ ഭാഷ്യത്തിലോ വ്യാഖ്യാനത്തിലോ, അപ്പോൾ ഭാഷ്യത്തിനുപരി വ്യാഖ്യാനാവാം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അദ്വൈതാശ്രമത്തിൽ നിന്ന് ശങ്കരഭാഷ്യം വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ശങ്കരഭാഷ്യത്തെ തർജ്ജമ ചെയ്യല്ല, അതിനെ തർജ്ജമ ചെയ്ത് പിന്നെ അതിന് മുകളിൽ വ്യാഖ്യാനം എഴുതും. അപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ എഴുതിയ ഒരു വാചകത്തിന് ചിലപ്പോൾ 1 പേജോ 10 പേജോ ഉണ്ടാവും വ്യാഖ്യാനം. അതാണ് വ്യാഖ്യാനം. ഈ മൂലഗ്രന്ഥത്തിലോ ഭാഷ്യത്തിലോ വ്യാഖ്യയിലോ ഉള്ള ഏതെങ്കിലും ഒരു പദത്തെ മാത്രം എടുത്ത് അതിനെ വിസ്തരിക്കുന്നതാണ് ടീക്ക. ടീക്ക എന്ന് പറയും. മൂലഗ്രന്ഥത്തിലോ ഭാഷ്യത്തിലോ വ്യാഖ്യാനത്തിലോ ടീക്കയിലോ ഉള്ള ഒരു പദത്തിൻ്റെ അർത്ഥം പറയുന്നതാണ് ടിപ്പണി. ഇതൊക്കെ സായിപ്പിന് കമൻ്ററിയാ. അവിടെ പല പേരൊന്നുമില്ല, ഇതൊക്കെ അവർ കമൻ്ററിയാണ്. ഇതൊക്കെ സമ്പുഷ്ടമായ സമൃദ്ധമായ സംസ്കൃതത്തിൽ ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പേരും ലക്ഷണങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ അത്ഭുതപ്പെടുക ശാസ്ത്രങ്ങളിലേക്ക് പോകുമ്പോഴാണ്. ശാസ്ത്രത്തിൻ്റെ ആഴത്തിലേക്കൊന്നും ഇപ്പം നമ്മൾ പോണേ ഇല്ല എന്ന് മാത്രം പറയട്ടെ. അടുത്തൊരു രസകരമായ പ്രശ്നമാണ് സദ്ഗുരുക്കന്മാരും ഗുരുക്കന്മാരും മഹാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. സദ്ഗുരുക്കന്മാരും ഗുരുക്കന്മാരും എന്ത് വ്യത്യാസം ഉണ്ടാവാനാ? ഗുരു തന്നെ സദ്ഗുരു, സദ്ഗുരു തന്നെ ഗുരു. സദ്ഗുരു അല്ലാത്ത ആൾ ഗുരുവല്ല. ഗുരു പറഞ്ഞ എന്താർത്ഥം? ഗും രാവയതി അന്ധകാരം ദൂരീകരോതി ഇത് ഗുരു. ഗുരു ശബ്ദത്തിൻ്റെ അർത്ഥം ഗു എന്നുള്ളതിനാൽ അന്ധകാരത്തെ അജ്ഞാനത്തെ ലക്ഷ്യമാക്കുന്നു, അതിനെ നീക്കുന്നു, ദൂരീകരിക്കുന്നു എന്നുള്ളതാണ് ഗുരു ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പം അന്ധകാരത്തെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? സത്ത്. ഇരുട്ട് നീങ്ങി പറഞ്ഞാൽ വെളിച്ചം ഇരുട്ട് നീങ്ങും, സത്താണ്. അപ്പം സത്ത് പ്രാപയതീതി, സത്തിനെ പ്രാപിപ്പിക്കുന്നവനാണ് സദ്ഗുരു. അപ്പം ഗുരു തന്നെയാണ് സദ്ഗുരു. അന്ധകാരത്തെ നീക്കുന്നതിലൂടെ സത്തത്വത്തെ പ്രാപിപ്പിക്കുന്നവനാരും അവൻ സദ്ഗുരു. അപ്പം സദ്ഗുരുവും ഗുരു ഒന്നും തന്നെയാണ്. ശ്രദ്ധിക്കണേ, നല്ലോണം ഇത് ശ്രദ്ധിച്ചോളണം. കാരണം മഹാരോഗമുണ്ട്. എന്നോട് പറയാം, ഇത് വളരെ ശ്രദ്ധിച്ചോളണം. ഒരു മഹാരോഗമുണ്ട് നമ്മുടെ നാട്ടിൽ. നിന്റെ ഗുരുവൊക്കെ ഗുരു, എൻ്റെ ഗുരു സദ്ഗുരുവാണ്. എടേ, നിന്റെ ഗുരു നിനക്ക് ഗുരുവാണെങ്കിൽ എൻ്റെ ഗുരു എനിക്ക് സദ്ഗുരുവാണ്. എന്തിനാ ഈ കലഹം? പറഞ്ഞ മനസ്സിലായില്ല? അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട് ശിഷ്യന്മാരെ. അല്ലെ, മറ്റു ഗുരുക്കന്മാരൊക്കെ ഗുരുക്കന്മാരാണ്, ഞാൻ സദ്ഗുരുവാണ്. സദ്ഗുരു സ്വാമി ചിദാനന്ദപുരി. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ ഗുരുവും ഒന്ന് തന്നെ. ഗുരു സാക്ഷാത് പരംബ്രഹ്മ. അവിടെ ഗുരുവിൽ ഭേദമില്ല. ഗുരു എപ്പോഴും സത് പ്രാപകഹേ എന്ന് ഗുരുനാഥനെ കീർത്തിക്കുന്നത് അതുകൊണ്ടാണ്.
സത്പ്രാപകഹേ, അല്ലയോ സത്പ്രാപകനായ ഗുരു. സദ്ഗുരുവാണ്. അപ്പോൾ ഗുരു തന്നെ സദ്ഗുരു, സദ്ഗുരു തന്നെ ഗുരു, വേറൊന്നില്ല. പിന്നെ മഹാത്മാക്കൾ, എല്ലാവരും മഹാത്മാക്കൾ, നമ്മളെല്ലാവരും മഹാത്മാക്കൾ. മഹത്തായ ആത്മസ്വരൂപത്തോട് കൂടിയവരാരോ അവരൊക്കെ മഹാത്മാക്കൾ. ആത്മസ്വരൂപം മഹത്താണ്, മഹത്തല്ലാത്തൊന്നില്ല. ഇനി മഹാത്മാക്കളെന്ന് നമ്മൾ സാധാരണ പറയുന്നത് പരിമിതങ്ങളായ അഹങ്കാരത്തിനുപരി സകലവും താനെന്ന ആ ഒരു വിശാലമായ ബോധത്തിലേക്ക് ഉയർന്നവരെ നമ്മൾ ബഹുമാനപൂർവ്വം മഹാത്മാക്കളെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് പുറമേ നിന്ന് അറിയോ? ചോദ്യം അറിയില്ല. അപ്പോൾ താതർത്ഥ്യേന അപ്രകാരമുള്ള ജീവിതക്രമത്തെ പാലിക്കുന്നവരെയൊക്കെ നമ്മൾ മഹാത്മാക്കൾ എന്ന് വിളിക്കും. അപ്പോൾ എല്ലാവരെയും മഹാത്മാക്കളായി കണ്ടോളുക, ആരെയും ദുരാത്മാക്കളായിട്ട് കാണണ്ട. സ്വാമി, അപ്പോൾ ദുരാത്മാവിനെയോ? ഒരർത്ഥത്തിൽ ഒരാൾ ദുരാത്മാവായാൽ വേറൊരർത്ഥത്തിൽ അയാൾ മഹാത്മാവായിരിക്കും. ഒരു മേഖലയിൽ ഒരാൾ ദുരാത്മാവാന്ന് വെച്ചോളൂ, വേറൊരു മേഖലയിൽ അയാൾ മഹാത്മാവായിരിക്കും. എനിക്ക് ആ മഹത്വം കാണാൻ കഴിയാത്തത് എൻ്റെ കഴിവുകേടല്ലേ? അതുകൊണ്ട് ശ്രീരുദ്രത്തിൽ കൊള്ളക്കാരെയും നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നു, കള്ളന്മാരെയും നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നു. തേനാനാം പതയേ നമ, ചോരാണാം പതയേ നമ, തസ്കരാണാം പതയേ നമ. എന്തൊരു ഉന്നതമായ വീക്ഷണമാണ്. അവിടെ എല്ലാം മഹാത്മാക്കളാണ്, വേറെ ആരുമില്ല. അത് ശരി, വിഡ്ഢിയാവാനും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാനും അത് വയ്യ. ഞാനും മഹാത്മാവാന്ന് ഓർമ്മിച്ചോളണം. കീർത്തിക്കുന്ന ഞാനും മഹാത്മാവ്, കീർത്തിക്കപ്പെടുന്ന നീയും മഹാത്മാവ്. ഒരു പ്രശ്നമില്ല. ഇവിടെ സാധാരണ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സമയമായിട്ട് മനസ്സിലാവും. ഇന്ന് നമ്മൾ തുടങ്ങാൻ ക്രമം തെറ്റിയോണ്ട് എത്രയായി? 8 സന്തോഷം. ബാക്കി നാളെ കൃത്യസമയത്തിന്. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.